നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് വോളിലെല്ലാം ഹാങ് ചെയ്ത് വെച്ചിട്ടുള്ള ഫ്ലവേഴ്സ് എങ്ങനെ പേപ്പർ കൊണ്ട് ഉണ്ടാക്കാമെന്നാണ്. അപ്പം അതിനാവശ്യം കുറച്ച് A4 ഷീറ്റാണ്, ഒരു 8 എണ്ണം ഉണ്ട്. പിന്നെ ഒരു പശ, കത്രിക, പിന്നെ കളർ പേപ്പർ. ഇതൊരു A4 ഷീറ്റിൻ്റെ വലുപ്പത്തിൽ തന്നെയാണ് നമുക്ക് കിട്ടുക. പക്ഷെ ഞാൻ കട്ട് ചെയ്യാനൊരു എളുപ്പത്തിന് വേണ്ടിയിട്ട് അത് നേരത്തെ കട്ട് ചെയ്ത് വെച്ചു എന്നേ ഉള്ളൂ. അപ്പം നമ്മൾ ഇതെങ്ങനെ കട്ട് ചെയ്യാമെന്ന് നോക്കാം. ഇതൊരു ഏകദേശം ഒരു റൗണ്ട് ഷേപ്പിലാണ് നമുക്ക് ആവശ്യം. അപ്പോൾ ഇത് ഏകദേശം ഒരു റൗണ്ട് ഷേപ്പായി, നമുക്കിത് മതി. ഇനി ഇത് നമ്മൾ കട്ട് ചെയ്യേണ്ടത് ഇങ്ങനെ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇങ്ങനെ. അപ്പം ഇങ്ങനെയാണ് നമ്മളത് കട്ട് ചെയ്യേണ്ടത്, ഈ ഒരു ഷേപ്പിൽ. നമുക്കിതിന് ഇനിയൊന്ന് മടക്കാം. ഇതിപ്പോൾ നമുക്കൊരു റോസ് ഫ്ലവറിൻ്റെ ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട്. നമുക്കിതിനൊന്ന് പശ വെച്ച് ഒട്ടിക്കാം. ഞാനിത് എളുപ്പത്തിലാവാൻ വേണ്ടിയിട്ട് എളുപ്പത്തിൽ ഒട്ടുന്നൊരു പശയാണ് വാങ്ങിച്ചിരിക്കുന്നത്. ഇതാ ഇത് പൊട്ടിക്കഴിഞ്ഞു. ടോട്ടൽ നമുക്ക് ഇതുപോലൊരു 4 എണ്ണമാണ് ആവശ്യമുള്ളത്. അപ്പം 4 എണ്ണം ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിന് വെച്ചിരിക്കുന്ന വൈറ്റ് പേപ്പേഴ്സ് കൊണ്ട് എന്താ ഉണ്ടാക്കാൻ പോകുമെന്ന് നോക്കാം. ഈ വൈറ്റ് പേപ്പർ കൊണ്ട് നമ്മൾ ഉണ്ടാക്കുന്നത് ഇതിൻ്റെ സ്റ്റിക്കാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ സിമ്പിളായിട്ട് സാധാരണ പേപ്പേഴ്സ് മടക്കാറുള്ളത് പോലെ ഇങ്ങനെ മടക്കിയാൽ മതി.
നമുക്കിവിടെ പശ വെച്ച് ഒട്ടിക്കാം. അപ്പോൾ സ്റ്റിക്ക് ഇതാ ഇങ്ങനെയാണ്. ഇതുപോലെ നമുക്കൊരു 8 എണ്ണമാണ് ആവശ്യം. അപ്പോൾ ഇതാ 8 സ്റ്റിക്ക് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് ഒരേ അളവിൽ വരുന്നതിനനുസരിച്ച് കട്ട് ചെയ്യാം. ഇപ്പോൾ ഏകദേശം എല്ലാം ഒരേ അളവിലായിട്ടുണ്ട്. നമുക്കിത് വെച്ചിട്ട് എങ്ങനെ ഹാങ് ചെയ്ത് വെക്കുന്ന ഫ്ലവർ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ അതിന് 2 എണ്ണം ആദ്യം എടുത്തിട്ട് ഇങ്ങനെ വയ്ക്കാം. ഇതാണ് നമ്മുടെ ഷേപ്പ്. ഇതിൽ ജസ്റ്റ് ഇനി പശ ഒട്ടിച്ചു കൊടുക്കാം നമുക്ക്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഈ ഹാങ് ചെയ്ത് വെച്ചിരിക്കുന്ന സ്റ്റിക്കുകളൊക്കെ ആയിരിക്കുന്നത്. ഇതിൽ നമുക്ക് ഫ്ലവർ വെച്ച് കൊടുക്കാം. ഇവിടെ 3 ഫ്ലവറും താഴെ 1 ഫ്ലവറുമാണ് വെക്കുന്നത്. ഫ്ലവേഴ്സ് റെഡിയാണ്. ഇതിങ്ങനെ വോളിലൊക്കെ വെച്ച് നല്ല ഭംഗിയായിരിക്കും കാണാൻ. ഇതിന് വലിയ ചിലവൊന്നുമില്ല. കുറച്ച് പേപ്പേഴ്സും ഗമ്മും മാത്രം മതി. വേണമെങ്കിൽ നമുക്കിതിൻ്റെ കളറൊക്കെ മാറ്റി ഉണ്ടാക്കാവുന്നതാണ്. വയലറ്റിന് പകരം റെഡോ യെല്ലോ അങ്ങനെ ഏതെങ്കിലുമൊക്കെ കളേഴ്സ് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ താങ്ക് യു.